ഹായ് എവരിവൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു NCERT ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനോടനുബന്ധിച്ച് നമ്മൾ പുതിയൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്, NCERT സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം NCERTs നമ്മൾ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ജോഗ്രഫിയാണ്. +1 ജോഗ്രഫിയിലെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർ ഇന്ന് സെക്കൻഡ് വീക്കാണ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വീക്കിൽ നമ്മൾ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് റോക്സും അതുപോലെ തന്നെ അന്തരീക്ഷങ്ങളുമാണ്. അപ്പോൾ നമുക്കിന്ന് റോക്സിനെ പറ്റിയിട്ടുള്ള പാഠം, ശിലകളുമായി ബന്ധപ്പെട്ട് NCERTയിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എന്തൊക്കെയാണെന്ന് നോക്കാം. NCERT +1 ചാപ്റ്റർ 5 ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ധാതുക്കളും ശിലകളും. അപ്പോൾ ധാതുക്കൾ എന്താണെന്ന് നോക്കുന്നുണ്ട്, ശിലകൾ എന്താണെന്ന് നോക്കുന്നുണ്ട്. നമുക്ക് ധാതുക്കളെ എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അത്യാവശ്യം കുറേ നല്ല പോയിന്റ്സുകളുണ്ട്, നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വിവിധ തരത്തിലുള്ള മൂലകങ്ങളാൽ നിർമ്മിതമാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയുടെ പുറം പാളിയിൽ ഈ മൂലകങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉൾഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് അത് ഉരുകി ചൂടുള്ള അവസ്ഥയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഭൂമിയുടെ അകത്ത് എന്താണ്, ലാവ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുമൂലം തന്നെ എന്താണ്, പല മൂലകങ്ങളും എന്ത് തന്നെയാണ്, ഭൂമിക്ക് അകത്തോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഉരുകിയ അവസ്ഥയിലാണ് ഇരിക്കുക. എന്നാൽ ഭൂമിയുടെ പുറംഭാഗത്ത് എന്തായിട്ടാണ്, അത് ഖരാവസ്ഥയിലുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഭൂവൽക്കത്തിലെ 98% ഉൾക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. അപ്പൊ ഈ പറയുന്ന 8 മൂലകങ്ങൾ മാത്രം ചേർന്നുകൊണ്ടാണ് ഭൂവൽക്കത്തിലെ 98% എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 98% മൂലകങ്ങൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആയിട്ടാണ് ഓർത്തിരിക്കുക. 8 മൂലകങ്ങളുണ്ട്. അപ്പൊ 98% 8 മൂലകങ്ങളാൽ ഉൾക്കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഏതൊക്കെയാണ് മൂലകങ്ങൾ? ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. അപ്പോൾ കറക്റ്റ് ഓർഡറും കൂടെ ഒന്ന് പഠിച്ചു വെച്ചായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി നിങ്ങൾ. ഏതൊക്കെയാണ്? ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. 46.60% എന്താണ്, ഓക്സിജൻ ആണ് ഉള്ളത്. അതുപോലെ സിലിക്കൺ ആണ് രണ്ടാമതുള്ളത്, 27.72, 2772 അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അലൂമിനിയം എന്ന് പറയുന്നത് 8.3%, 13%. ഇരുമ്പെന്ന് പറയുന്നത് 5%മാണ് ഉള്ളത്. കാൽഷ്യം 3.63, സോഡിയം 2.83. ബാക്കിയുള്ളതൊന്നും അത്ര ഓർത്തിരിക്കണമെന്നില്ല. ആദ്യത്തെ 4 കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞ് സിലിക്കൺ, അലൂമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. അപ്പൊ ഇത്രയും 8 മൂലകങ്ങൾ ചേർന്നതാണ് ഇത് 98% എന്ന് പറയുന്നത്. ബാക്കിയുള്ള 2% അല്ലെങ്കിൽ 1.41% ഉള്ളൂ എന്ന് ബാക്കി ടൈറ്റാനിയം, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, കാർബൺ, നിക്കൽ എന്നീ മറ്റു മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അപ്പം ആദ്യത്തെ 8 മൂലകങ്ങളെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുമ്പോൾ എന്താണ് ധാതുക്കൾ? ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയതമായ അറ്റോമിക ഘടനയും രാസഘടനയും ഭൗതിക സവിശേഷതകളുമുള്ള പ്രകൃതിയ കാണപ്പെടുന്ന അജൈവ പദാർത്ഥങ്ങളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനത്തെ പദാർത്ഥങ്ങളാണ്? അജൈവ പദാർത്ഥങ്ങളാണ്. നിയതമായിട്ടുള്ള അറ്റോമിക ഘടനയുണ്ടവർക്ക്, രാസഘടനയുണ്ട്, ഭൗതിക സവിശേഷതകളുണ്ട്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ധാതു എന്ന് പറയുന്നത്. 2 അതിലധികമോ മൂലകങ്ങൾ അടങ്ങിയിട്ടാണ് സാധാരണ ധാതുക്കൾ കാണാറ്. പക്ഷെ എന്താണ്, ചിലത് ഒരു മൂലകം മാത്രമുള്ള ധാതുക്കളും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഗന്ധകം, ചെമ്പ്, വെള്ളി, സ്വർണം, ഗ്രാഫൈറ്റ് തുടങ്ങിയവ. അപ്പൊ ഏതൊക്കെയാണ്? ഒരു മൂലകം മാത്രമായിട്ട് കാണപ്പെടുന്നത് ചെമ്പ്, സ്വർണം, വെള്ളി, ഗ്രാഫൈറ്റ്, ഗന്ധകം എന്നിവയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏക മൂലകമായിട്ടുള്ള ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ഉള്ള ധാതുക്കളെല്ലാം എന്താണ്? ഒന്നിലധികം, 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അതല്ലാത്തതിനുള്ള എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി തിരിച്ചറിഞ്ഞതും പേര് നൽകിയിട്ടുള്ളതുമായ 2000-ഓളം ധാതുക്കൾ ഭൂവൽക്കത്തിൽ ഉണ്ടെങ്കിലും സാധാരണമായി കാണപ്പെടുന്ന ധാതുക്കളിൽ പ്രധാനമായിട്ട് 6 ധാതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ 6 ധാതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് നമ്മൾ പൊതുവെ നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ശിലാ രൂപീകരണ ധാതുക്കൾ എന്ന് കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശിലാരൂപീകരണ ധാതുക്കൾ എന്നറിയപ്പെടുന്നത് 6 ധാതു വിഭാഗങ്ങളെയാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അത് താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഭൗമ അന്തർഭാഗത്തെ മാഗ്മയിൽ നിന്നാണ് എല്ലാ തരത്തിലുമുള്ള ധാതുക്കളുടെയും ഉത്ഭവം. അപ്പൊ എല്ലാ ധാതുക്കളുടെയും ഉത്ഭവം എവിടെയാണ്? മാഗ്മയിൽ നിന്നുമാണ്. ഓർത്തിരിക്കുക. മാഗ്മ തണുക്കുന്നതോടെ ധാതുക്കളിലെ
പരലുകൾ പ്രത്യക്ഷമായി തുടങ്ങുന്നു. അപ്പൊ തണുക്കുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരലുകൾ പ്രത്യക്ഷമായി പെടുന്നത്. ഈ പറയുന്ന മാഗ്മ തണുത്തുറയുന്നതിന്റെ ആ ഒരു കാലയളവ് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് തണുത്തുറയുന്നത്, എത്ര സമയമെടുത്താണ് തണുത്തുറയുന്നതൊക്കെ അനുസരിച്ചാണ് ഓരോ ശിലയിലെയും ഘടനകൾക്കൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പൊ മാഗ്മയാണ് എന്തെന്ന് പറയുന്നത്, ധാതുക്കളുടെ ഉത്ഭവം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് എഴുതിക്കൊള്ളാം, ശരിയായിട്ടുള്ള പ്രസ്താവനയാണത്. ഇനി നമ്മൾ പറഞ്ഞു ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ എന്തിനുണ്ട്, ധാതുക്കൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് ഭൗതികമായിട്ടുള്ള സവിശേഷതകൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 10 സവിശേഷതകളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നും നോക്കാം. ബാഹ്യപരൽ രൂപം, എക്സ്റ്റേണൽ ക്രിസ്റ്റൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ചെറുകണികകളുടെ ആന്തരികമായ ക്രമീകരണത്താൽ രൂപം കൊള്ളുന്നതാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ക്യൂബായിട്ട് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, അതുപോലെ അഷ്ടമുഖ പിണ്ഡം ആയിട്ട് അല്ലെങ്കിൽ ഒക്ടോ ഹെക്സഗൺ, ഷഡ്മുഖ സ്ഫടികം, ഷഡ്ഭുജ സ്ഫടികം, അങ്ങനെ ഹെക്സഗണൽ പ്രിസം, അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ധാതുക്കളെ കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് വരുന്നത്, അങ്ങനെ ഒരു ഷേപ്പൊക്കെ അതിന് ആന്തരികമായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ക്രമീകരണം കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പുറമെ ഒരു പല പല ഷേപ്പിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതാണ് ഇത് വിദളനം അഥവാ ക്ലീവേജ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ദിശയിൽ പൊട്ടി താരതമ്യേന ഒരു പരന്ന പ്രതലം സൃഷ്ടിക്കുവാനുള്ള ധാതുക്കളുടെ പ്രവണതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിദളനം എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു നിശ്ചിത ദിശയിൽ അത് പൊട്ടിയിട്ട് നമുക്കൊരു പരന്ന, നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടില്ല, ചെറുതായിട്ട് നമ്മൾ ഒരു കല്ലെടുത്ത് വെച്ചിട്ടാണെങ്കിലും അത് പൊട്ടുമ്പോഴത്തേക്കും ഒരു പ്ലെയിൻ ആയിട്ടുള്ള നല്ല മിനുസമുള്ള ഒരു സർഫസ് രൂപീകരിക്കുന്നത്. അപ്പം അതിനെ പറയുന്ന പേരാണ്, അങ്ങനെ രൂപീകരിക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഈ വിദളനം അഥവാ ക്ലീവേജ് എന്ന് പറയുന്നത് കേട്ടോ. ചെറുകണികകളുടെ ആന്തരിക ക്രമീകരണത്തിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, ആന്തരിക ക്രമീകരണമാണ് എന്തിനും കാരണം, ക്ലീവേജ് അഥവാ വിദളനത്തിനും കാരണം. ഏത് കോണിലേക്കും ഒന്നിലധികം പിളർപ്പുകൾ വരാം കേട്ടോ, ഏത് കോണിലേക്കും ഒന്നിലധികം പിളർപ്പുകൾ വരാം. ഇനി അഥവാ പൊട്ടൽ അഥവാ ഫ്രാക്ചർ ആണ് അടുത്തത് പറയുന്നത്. ക്രിസ്റ്റലുകൾ ക്രമരഹിതമായി പിളർപ്പിന്റെ പ്രതലത്തിലൂടെ അല്ലാതെ പൊട്ടുന്നതിനെയാണ് നമ്മൾ പൊട്ടൽ അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, പിളർപ്പിന്റെ പ്രതലത്തിലൂടെ അല്ലാതെ പൊട്ടുക, അപ്പൊ വേറെ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷനിലൂടെ പൊട്ടുന്നതിനാണ് നമ്മൾ പൊട്ടൽ അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ക്രിസ്റ്റലിനുള്ളിലെ തന്മാത്രകളുടെ സങ്കീർണമായ ക്രമീകരണമാണ് ഇതിന് കാരണം. അപ്പൊ സങ്കീർണമായിട്ടുള്ള ക്രമീകരണമാണ് എന്തിന് കാരണമായിട്ട് വരുന്നത്, ഫ്രാക്ചർ അഥവാ പൊട്ടലിന് കാരണമായിട്ടുള്ളത്. അപ്പൊ അത് ഏത് ദിശയിലോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഒന്നുമില്ല, അതിന് എങ്ങനെ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പൊട്ടൽ അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ദ്യുതി അഥവാ തിളക്കം എന്ന് പറയുന്നത്, അതിനെ ലെസ്റ്റർ എന്ന് പറയാറുണ്ട്. ഒരു വസ്തുവിന് അവയുടെ നിറത്തിനുപരി ലോഹങ്ങളുടെയോ പട്ടിന്റെയോ മറ്റ് മിനുസതലങ്ങൾക്കോ സമാനമായ രീതിയിലുള്ള തിളക്കം ഉണ്ടാകാം. അപ്പൊ തിളക്കം എന്ന് പറയുന്നത് അഥവാ ദ്യുതി അഥവാ ലെസ്റ്റർ, അപ്പൊ ഏത് പേര് വേണമെങ്കിലും ഓർത്തു വെച്ചിരിക്കുക. അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ധാതുക്കളുടെ ഒരു സവിശേഷതയാണ്, ഭൗതിക സവിശേഷതയാണ്, എന്താണ് തിളക്കം ഉണ്ടാവുക. അതിന് അടുത്ത സവിശേഷതയാണ് എന്ത്, അതിന് നിറം. അപ്പൊ പല ധാതുക്കൾക്കും പല നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ചില ധാതുക്കളുടെ നിറം അവയുടെ ആന്തരിക തന്മാത്ര ഘടനയാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അത്തരം ധാതുക്കൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ, മാലക്കൈറ്റ്, അസറൈറ്റ്, അതുപോലെ ചാൽക്കോ പൈറൈറ്റ് എന്നിവ. അപ്പൊ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക, ആന്തരിക തന്മാത്ര ഘടന കാരണം കളർ കിട്ടിയിട്ടുള്ള ചില ധാതുക്കളുടെ ഏതൊക്കെ എക്സാമ്പിൾസ്, മാലക്കൈറ്റ്, അസുറൈറ്റ്, അതുപോലെ ചാൽക്കലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ചാൽക്കോ പൈറൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില ധാതുക്കൾക്ക് നിറം കിട്ടുന്നത് അവയിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ കാരണമാണ് ചിലവർക്ക് എന്ത് ചെയ്യുന്നത്, ചില ധാതുക്കൾക്ക് നിറം കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്, കോഡ്സ് എന്ന് പറയുന്നത്. വെള്ള, പച്ച, ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിൽ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ കാരണമാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതാണ്, കോഡ്സ് ആണ്, ഓർത്തിരിക്കുക. എന്നാൽ എന്താണ് ആന്തരിക തന്മാത്രകളുടെ ഘടന പ്രകാരം അല്ലെങ്കിൽ ആധുനിക തന്മാത്രകളുടെ ക്രമീകരണം കാരണം നിറം കിട്ടുന്ന അങ്ങനെ നിറം കിട്ടിയതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ, മാലക്കൈറ്റ്, അസുറൈറ്റ്, ചാൽക്കോ പൈറൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് ഓർത്തു വെച്ച് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത സവിശേഷതയാണ് ധൂളീവർണ്ണം അഥവാ സ്ട്രീക്ക് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ധാതുക്കൾക്ക് നിറമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പൊടികൾക്കും എന്തുണ്ട്, അതിനെ ചെറുതായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ആ പൊടിക്കും നിറമുണ്ട്. അപ്പൊ ഒരു ധാതുവിന്റെ പൊടിയുടെ നിറമാണ് ധൂളീവർണ്ണം എന്ന് പറയുന്നത്. ഇത് ധാതുവിന്റെ അതേ നിറമോ വ്യത്യസ്ത നിറമോ ആകാം. ഒന്നുകിൽ എന്താവാം, സെയിം തന്നെ നിറമാകാം, അല്ലെങ്കിൽ അതിന് വ്യത്യസ്ത നിറവും ഉണ്ടാകാം. മാലക്കൈറ്റിനും അത് മാറ്റി നോക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിക്കും ഏത് നിറം തന്നെയാണ്, പച്ച നിറമാണ്. അപ്പൊ സെയിം നിറമായിട്ട് വരാം. അതിന് എക്സാമ്പിൾ ആണ് ഏത്, മാലക്കൈറ്റ് എന്ന് പറയുന്നത്. മാലക്കൈറ്റിനും അതിന്റെ പൊടിക്കും എന്ത് നിറം തന്നെയാണ്, പച്ച നിറം തന്നെയാണ്. എന്നാൽ ഫ്ലൂറൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പർപ്പിളോ അല്ലെങ്കിൽ പച്ചയോ നിറമാണ്, പക്ഷെ അതിന്റെ പൊടിക്ക് ഏത് കളറാണ് വരുന്നത്, വെള്ള നിറമാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ധൂളീവർണ്ണം എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താവാം,
ധാതുവിന്റെ സെയിം നിറം തന്നെ ആകാം, അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നിറമാകാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ഏത് ഫ്ലൂറൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒറിജിനൽ കളർ ഏതാണ്, ഒന്നുകിൽ പർപ്പിളോ പച്ചയോ ഒക്കെ ആയിരിക്കും. എന്നാൽ അതിന്റെ പൊടിയുടെ കളർ എന്ന് പറയുന്നത് വെള്ളയാണ്. എന്നാൽ സെയിം ആയിട്ടുള്ള കളർ വരുന്നതാണ് ഏത് മാലക്കൈറ്റ് എന്ന് പറയുന്നത്. അതിന് ധാതു ആയിക്കോട്ടെ അത് പൊടിച്ചതായിക്കോട്ടെ ഏത് കളർ തന്നെയാണ്, പച്ച കളർ തന്നെയാണ് വരുന്നത്. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തൊരു സവിശേഷതയാണ് ഏത്, സുതാര്യത അഥവാ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവനുസരിച്ച് ധാതുക്കളെ മൂന്നായിട്ടാണ് പറയുന്നത്. അപ്പം മൂന്നായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്, നമ്മൾ പണ്ടോട്ടേ കേൾക്കുന്നതാണ് ഏത്, സുതാര്യമായവ, അർദ്ധധാര്യമായവ, അതുപോലെ തന്നെ അധാര്യമായവ. എന്താണ് സുതാര്യമായവ, ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, അതുപോലെ തന്നെ ഒപ്പേക്ക് ആയിട്ടുള്ളത്. അപ്പം മൂന്നായിട്ടാണ് ഇത് ധാതുക്കളെയും നമ്മൾ പറയുന്നത്. അപ്പം സുതാര്യമായവ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്നവയാണ്. എന്നാൽ അർദ്ധധാര്യമായതെന്ന് വെച്ചാൽ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നത്, അധാര്യമായത് പ്രകാശത്തെ കടത്തിവിടാത്തവ. അങ്ങനെയാണ് മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതും എന്താണ്, സുതാര്യതയും എന്ത് തന്നെയാണ്, നമ്മുടെ ധാതുക്കളുടെ ഒരു സവിശേഷത തന്നെയാണ്. ഇനി അടുത്തത് അതിന്റെ ഘടന അഥവാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പരലുകളുടെ സവിശേഷമായ ക്രമീകരണമാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഘടനയും രൂപപ്പെടാനായിട്ടുള്ള കാരണമാവുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഓരോ ധാതുവിനും ഓരോ ഘടന കിട്ടുന്നത് കാരണം അതിന്റെ ഓരോരോ പരലുകൾ എങ്ങനെയൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഓരോത്തിനും ഓരോ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പല പല ഷേപ്പുകൾ ഫോം ചെയ്യുന്നത്, അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അതിന്റെ അകത്തുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അടുക്കി വെച്ചിരിക്കുന്നത് അതനുസരിച്ചിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പരലുകൾ എങ്ങനെയൊക്കെ വരാം, നേർത്തതാവാം, അല്ലെങ്കിൽ സാമാന്യം വലിപ്പമുള്ളതാവാം, അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ളതാവാം, അല്ലെങ്കിൽ എന്താണ് നാരുകൾ പോലെയുള്ള ഘടനകളും വേണമെങ്കിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ പരലുകളുടെ ക്രമീകരണമാണ് എന്തിന് കാരണം, ഘടനയ്ക്ക് കാരണം. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമുള്ളതാണ്. ഇനി അടുത്തത് കാഠിന്യമാണ് അഥവാ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇത് ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഉരസലിനെ പ്രതിരോധിക്കുവാനുള്ള ധാതുക്കളുടെ ശേഷിയെയാണ് നമ്മൾ കാഠിന്യം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ കാഠിന്യം കൊണ്ട് അർത്ഥമാക്കുന്നത്, ഉരസലിനെ പ്രതിരോധിക്കാനുള്ള ധാതുക്കളുടെ ശേഷിയെയാണ് കാഠിന്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 10 ധാതുക്കളുടെ അവയുടെ കാഠിന്യത്തിന്റെ തോതനുസരിച്ച് 1 മുതൽ 10 വരെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ 10 ധാതുക്കളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കാഠിന്യമുള്ള ധാതുവാണ് ഏത്, വജ്രം എന്ന് പറയുന്നത്. എടുത്തിരിക്കുന്നതിൽ ഏറ്റവും കാഠിന്യം കുറവാണ് ഏർക്ക്, ടാൽക്കിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നോട്ട് പോവാം. ഏറ്റവും കാഠിന്യം കുറവ് ടാൽക്ക്, അത് കഴിഞ്ഞ് ജിപ്സം, പിന്നെ കാൽസൈറ്റ്, ഫ്ലൂറൈറ്റ്, അപ്പറ്റൈറ്റ്, അതുപോലെ തന്നെ ഫെൽസ്പാർ, ക്വാർട്സ്, ടോപ്പാസ്, കൊറണ്ടം, വജ്രം. അപ്പൊ ക്വാർട്സ്, ടോപ്പാസ്, കൊറണ്ടം, വജ്രം തിരിച്ചുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഇത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാം. ഹാർഡ്നെസിന്റെ അളവില് ചെറുതിൽ നിന്ന് വലുതിലോട്ടോ വലുതിൽ നിന്ന് ചെറുതിലോട്ടൊക്കെ എല്ലാം തരാതെ ഇടയ്ക്ക് 1-2 ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ ചോദിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ളത് ഏതിനാണ്, വജ്രം. അത് കഴിഞ്ഞാൽ കൊറണ്ടമാണ്, പിന്നെ ടോപ്പാസ്, ക്വാർട്സ്, ഫെൽസ്പാർ, അപ്പറ്റൈറ്റ്, ഫ്ലൂറൈറ്റ്, കാൽസൈറ്റ്, ജിപ്സം, ടാൽക്ക്. ഇത്രയുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 മുതൽ 10 വരെയാണ് കൊടുത്തിരിക്കുന്നത്. 10 ഏറ്റവും അധികം കാഠിന്യമുള്ളത്, അത് വജ്രമാണ്, ഓർത്തിരിക്കുക. ഗ്ലാസ് അതുപോലെ തന്നെ കത്തിയുടെയൊക്കെ മൂർച്ചയുള്ള ഭാഗത്തിന്റെയൊക്കെ കടുപ്പം എന്ന് പറയുന്നത് 5.5 ആണ്. ഈ ഒരു ക്രമീകരണത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെയൊക്കെ കാഠിന്യം എന്ന് പറയുന്നത് 5.5 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന്റെ കടുപ്പം എന്ന് പറയുന്നത് 2.5 ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു 10 മൂലകങ്ങൾ എടുത്തിട്ട് 10 ധാതുക്കൾ എടുത്തിട്ട് അതിന്റെ കാഠിന്യമാണ് ഈ ഓരോ ഒന്നിനും എടുത്തിരിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിൽ കാഠിന്യം കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ഓർത്തിരിക്കാം. ഇനി അടുത്തതാണ് ഇത് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. എന്താണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിന്റെ ഭാരവും തുല്യ വ്യാപ്തമുള്ള ജലത്തിന്റെ ഭാരവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. ഒരു വസ്തുവിന്റെ ഭാരവും അതിന് തുല്യ വ്യാപ്തമുള്ള ജലത്തിന്റെ ഭാരവും തമ്മിലുള്ള അനുപാതം കേട്ടോ, റേഷ്യോനെയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഒരു വസ്തുവിൽ കണ്ടുപിടിക്കാം, ഒരു വസ്തുവിന്റെ ഭാരം വായുവിലും എടുക്കുക, അതുപോലെ തന്നെ അതിന് ജലത്തിൽ വെച്ചുകൊണ്ടുള്ള ഭാരം എന്ത് ചെയ്യുക, കണക്കാക്കുക. എന്നിട്ട് ഈ 2 ഭാരവും തമ്മിലുള്ള ഭാര വ്യത്യാസവും കൂടെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, വസ്തുവിന്റെ വായിലുള്ള ഭാരത്തിനെ ഈ ഭാര വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആപേക്ഷിക സാന്ദ്രത കിട്ടും. അപ്പൊ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഡയമണ്ട് പോലെയുള്ള ധാതുക്കൾക്ക് ഉയർന്ന ആപേക്ഷിക സാന്ദ്രതയും ചോക്ക്, ടാൽക്ക് പോലെയുള്ളവയ്ക്ക് കുറഞ്ഞ ആപേക്ഷിക സാന്ദ്രതയുമാണ്. അപ്പൊ ആപേക്ഷിക സാന്ദ്രത കൂടുതൽ ആർക്കാണ്, ഡയമണ്ടിനാണ്. കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ആപേക്ഷിക സാന്ദ്രതയും കൂടുമെന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ചോക്ക് അതുപോലെ ടാൽക്ക് എന്നിവയ്ക്ക് എന്താണ് ആപേക്ഷിക സാന്ദ്രത
കുറവാണ്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ധാതുക്കളുടെ സവിശേഷത, ഭൗതിക സവിശേഷതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 കാര്യങ്ങളുണ്ട്, കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. വിദളനം എന്താണെന്ന് ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ദ്വിതീയം ഉണ്ടെന്ന് ഓർക്കുക. നിറത്തിന്റെ കാര്യം പറഞ്ഞത്, ധൂളീവർണ്ണത്തിന്റെ കാര്യം പറഞ്ഞതിലൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. സുതാര്യത അറിയാവുന്നതാണ്. കാഠിന്യത്തിൽ ഈ പറയുന്ന ഓരോരോ 1 തൊട്ട് 10 വരെയുള്ളതിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ആപേക്ഷിക സാന്ദ്രതയെ പറ്റിയിട്ടും ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു 6 പ്രധാനപ്പെട്ട ധാതുക്കളെയാണ്, ധാതു വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ 6 എണ്ണം ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. പ്രധാന ധാതുക്കളും അവയുടെ സവിശേഷതകളുമാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് ഫെൽസ്പാർ ആണ്. ഫെൽസ്പാർ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്ന ഭൂവൽക്കത്തിൽ ഏതാണ്ട് പകുതിയും ഫെൽസ്പാർ ധാതുവാൽ നിർമ്മിതമാണ്. ഭൂവൽക്കത്തിന്റെ ഏതാണ്ട് എത്രയാണ്? പകുതിയും ഫെൽസ്പാർ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ധാതു വിഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഫെൽസ്പാർ ആണ് കേട്ടോ. ഇനി എന്തൊക്കെ കൊണ്ടാണ് ഫെൽസ്പാർ നിർമ്മിതമായിട്ടുള്ളത്? സിലിക്കൺ, അതുപോലെ തന്നെ ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് ഫെൽസ്പാറിൽ മുഖ്യമായും അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണുള്ളത്? സിലിക്കണും ഓക്സിജനുമാണ് ഫെൽസ്പാറിലുള്ളത്. എന്നാൽ അതിനോടൊപ്പം തന്നെ എന്തൊക്കെയുണ്ട്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം എന്നിവയൊക്കെ ചില ഫെൽസ്പാറിൽ കാണപ്പെടാറുണ്ട്. അപ്പൊ പൊതുവെ ഫെൽസ്പാർ എടുക്കുമ്പോഴത്തേക്ക് സിലിക്കണും ഓക്സിജനുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ചിലതിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? കൂടുതലായിട്ടും ഗ്ലാസ് നിർമ്മാണത്തിനും സെറാമിക് നിർമ്മാണത്തിനുമാണ് ഫെൽസ്പാർ ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഗ്ലാസ് നിർമ്മാണത്തിനും സെറാമിക് നിർമ്മാണത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിറം എന്താണ്? ഇളം ക്രീം നിറം അഥവാ സാൽമൺ പിങ്ക് എന്ന് പറയുന്ന ഈ 2 നിറത്തിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്? ഫെൽസ്പാർ കാണപ്പെടുന്നത്. അപ്പൊ ഇളം ക്രീം നിറം അല്ലെങ്കിൽ ഒരു സാൽമൺ പിങ്ക് കളറിലാണ് എന്ത് കാണപ്പെടുന്നത്? ഫെൽസ്പാർ കാണപ്പെടുന്നത്. അതുപോലെ സിലിക്കണും ഓക്സിജനുമാണ് ഇതിന്റെ ഘടക മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതാണ് ഇത് ക്വാർട്സ് എന്ന് പറയുന്നത്. മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ക്വാർട്സ് എന്ന് പറയുന്നത്. എന്തിന്റെയൊക്കെയാണ്? മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമാണ് ക്വാർട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്? സിലിക്കയാണ് കൂടുതലുമായിട്ടും അടങ്ങിയിട്ടുള്ളത്. വെള്ളത്തിൽ അലിയാത്ത തരത്തിലുള്ള ഉറപ്പുള്ള ഒരു ധാതുവാണ് ആര്? ക്വാർട്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓർത്തിരിക്കുക. വെള്ളത്തിൽ അലിയാത്ത തരത്തിലുള്ള ഉറപ്പുള്ള ഒരു ധാതുവാണ് ക്വാർട്സ് എന്ന് പറയുന്നത്. വെളുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ നിറമില്ലാതെയോ ആണ് എന്ത് ചെയ്യുന്നത്? ക്വാർട്സ് കാണപ്പെടുന്നത്. നിറം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകിൽ വെള്ള നിറത്തിൽ കാണും, അല്ലെങ്കിൽ എന്താണ്? ഇതിന് നിറമില്ല കേട്ടോ. ഓർത്തിരിക്കുക. റേഡിയോ, റഡാർ എന്നിവയിൽ ഉപയോഗിക്കുന്നത് ക്വാർട്സ് ആണ്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ശിലകളിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ഏത് ധാതുവാണ്? ക്വാർട്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മണലും ഗ്രാനൈറ്റുമായിട്ടുള്ള മിശ്രിതമാണ് ഇത് ക്വാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാനൈറ്റ് ശിലകളിൽ പ്രധാനമായിട്ടും എന്താണ് കാണപ്പെടുന്നത്? ക്വാർട്സ് ആണ് കാണപ്പെടുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതാണ് ഏത്? പൈറോക്സിൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. പൈറോക്സിൻ കാൽഷ്യം, അലൂമിനിയം, മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്ക. ഏതൊക്കെയാണ്? കാൽഷ്യം, അലൂമിനിയം, മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്ക. CAMIS എന്ന് ആലോചിച്ചാൽ മതി. CAMIS എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ കാൽഷ്യം, അലൂമിനിയം, മഗ്നീഷ്യം, ഇരുമ്പ്, അയ കൊണ്ട് ഉദ്ദേശിക്കുന്ന അയൺ ആണ്, ഇരുമ്പ്, അതുപോലെ തന്നെ സിലിക്ക. ഇത്രയും ചേർന്നതാണ് ഇത് പൈറോക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഇവയാണ് പൈറോക്സിൻ അടങ്ങിയിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏതാണ്ട് 10% എന്ത് തന്നെയാണ്? പൈറോക്സിൻ ആണ്. നമ്മൾ പകുതിയോളം എന്താണെന്ന് പറഞ്ഞു? ഫെൽസ്പാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 10% ഏതാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൈറോക്സിൻ ആണ്. ഇനി ഇവ കാണപ്പെടുന്ന ഏതിലാണ്? അപ്പൊ ഉൽക്കാശകലങ്ങളിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ധാതു വിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം ഏതാണ്? പൈറോക്സിൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവയുടെ നിറം ഏതാണ്? പച്ചയോ അല്ലെങ്കിൽ കറുപ്പോ നിറത്തിലായിരിക്കും പൈറോക്സിൻ കാണപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഏതെന്ന് പറയുന്നത് ആംഫിബോൾ എന്ന് പറയുന്നത് കേട്ടോ. ആംഫിബോൾ ആണ്. ഇതും എത്ര ശതമാനമാണുള്ളത്? 7% ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അലൂമിനിയം, കാൽഷ്യം, സിലിക്ക, മഗ്നീഷ്യം ഇവ ഇരുമ്പില്ലാതെ ബാക്കിയുള്ളത് അലൂമിനിയം, കാൽഷ്യം, സിലിക്ക, മഗ്നീഷ്യം ഇത് നമ്മൾ ഒരേ കണക്ക് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അലൂമിനിയം, കാൽഷ്യം, എഴുതാം, സിലിക്ക, മഗ്നീഷ്യം. ഇനി ഏതൊക്കെ നിറത്തിലാണ് കാണപ്പെടുന്നത്? പച്ച, കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പച്ചയോ കറുപ്പോ നിറത്തിൽ തന്നെയാണ് പൈറോക്സിനും കാണപ്പെടുന്നത്. ആംഫിബോളും ഏത് നിറത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്? പച്ച അല്ലെങ്കിൽ കറുപ്പ് തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ ധാതുക്കൾ ആസ്പെറ്റോസ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗം? ആസ്പെറ്റോസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ആംഫിബോൾ. രണ്ടിലും വെച്ചിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി അതുപോലെ ആംഫിബോൾ ധാതുക്കളുടെ ഒരു രൂപമാണ് ഏതെന്ന് പറയുന്നത്? ഹോൺ ബ്ലെൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. ഹോൺ ബ്ലെൻഡ് എന്തിന്റെ രൂപമാണ്? ആംഫിബോളിന്റെ രൂപമാണ്. അപ്പൊ അടുത്ത ധാതുവാണ് ഏത്? മൈക്ക അഥവാ അഭ്രം എന്ന് പറയുന്നത്. ഏകദേശം എത്ര ശതമാനമാണ്? 4% മാത്രമേ അഭ്രമുള്ളൂ. അതിൽ ഏതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? അലൂമിനിയം,
പൊട്ടാസ്യം, സിലിക്കൺ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലുമൊക്കെ 1-2 ആദ്യം പഠിച്ചു വെച്ചിരിക്കുക, പിന്നീട് റിവൈസ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റുള്ളതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ചോ എന്തെങ്കിലും ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു പേരുകളായിട്ടോ ഒക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അലൂമിനിയം, പൊട്ടാസ്യം, സിലിക്കൺ, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയാണ് അഭ്രത്തിൽ കാണപ്പെടുന്നത്. ആഗ്നേയ ശിലകളിലും കായാന്തരിത ശിലകളിലും കണ്ടുവരുന്ന ഇവ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് SCERT NCERT എല്ലാത്തിലും കൊടുത്തിട്ടുള്ള പോയിന്റാണ് ഇത്. വൈദ്യുതി ഉപകരണത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? അഭ്രമാണ് എന്നുള്ളത്. ഇനി അതുപോലെ ആഗ്നേയ ശിലകളിലും കായാന്തരിത ശിലകളിലും കാണപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ ധാതു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഭ്രമാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഗ്രാനൈറ്റിലാണെങ്കിൽ ഏതാണ്? ഗ്രാനൈറ്റ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ക്വാർട്സിൽ എഴുതണം. എന്നാൽ ആഗ്നേയ ശിലയും കായാന്തരിത ശിലയും എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് എഴുതേണ്ടത്? അഭ്രമാണ് എഴുതേണ്ടത്. എത്ര ശതമാനമാണ്? 4% അഭ്രം കാണപ്പെടുന്നത്. അടുത്തതാണ് 6ാമത്തത് ഒലിവിൻ എന്ന് പറയുന്നത്. മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ മിസ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ എന്നിവ മാത്രം ഉള്ള മൂലകമാണ് ഇത് ഒലിവിൻ എന്ന് പറയുന്നത്. ആഭരണ നിർമ്മാണത്തിനാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ ബസാൾട്ട് പാറകളിൽ എന്താണ്? പച്ച നിറത്തിലുള്ള പരലുകളാണ് കണ്ടുവരുന്നത്. ബസാൾട്ട് പാറകളിലെ ഏത് നിറമാണ് ഇതിന് കാണപ്പെടുന്നത്? ഒലിവിന് പച്ച നിറമാണുള്ളത് കേട്ടോ. പച്ച നിറത്തിലുള്ള പരലുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ധാതുക്കളാണ് നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. മെയിനായിട്ടും കാണപ്പെടുന്നത് ഈ പറയുന്ന 6 ധാതുക്കളാണ്. ഇനിയുള്ള ധാതുക്കളാണ് ഏതൊക്കെ? നമ്മുടെ ക്ലോറൈറ്റ്, അതുപോലെ കാൽസൈറ്റ്, മാഗ്നസൈറ്റ്, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ബെറൈറ്റ് എന്നിവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ അളവ് എന്താണ്? കുറവാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതാണ് 6 ക്വാർട്സ്. ആദ്യം പറഞ്ഞത് ഏതാണ്? ഫെൽസ്പാർ, അത് കഴിഞ്ഞ് ക്വാർട്സ്, അത് കഴിഞ്ഞ് ഏതാണ്? പൈറോക്സിൻ, ആംഫിപോള്, അഫ്രം, അതുപോലെ ഒലിവിൻ എന്ന് പറയുന്നത്. അതിൽ ഉൽക്കാശകലത്തിൽ നിന്ന് വരുന്നത് ഏതാണ്? പൈറോക്സിൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ധാതുക്കളെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ലോഹധാതുക്കളെന്നും പറയാം, അതുപോലെ തന്നെ അലോഹധാതുക്കളെന്നും പറയാം. ഓക്കെ. അപ്പൊ ലോഹധാതുക്കൾ എന്ന് പറയുന്നത് തന്നെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അമൂല്യധാതുക്കളെന്നും, 2 അയോധാതുക്കളും, അതുപോലെ അയോരഹിത ധാതുക്കൾ. അപ്പൊ അയോധാതുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ധാതുക്കളെയാണ് നമ്മൾ അയോധാതുക്കൾ എന്ന് പറയുന്നത്. അയോരഹിത ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ടാവില്ല. അമൂല്യ ധാതുക്കൾക്ക് എന്ന് പറയുന്നത് ഏതാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനം, നമ്മുടെ ആ 3 നമ്മൾ അമൂല്യ ധാതുക്കൾ എന്ന് പറയുന്നത്. ഇനി അയോധാതുക്കൾ പറഞ്ഞല്ലോ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ലോഹങ്ങളാണ് നമ്മൾ അയോധാതുക്കൾ എന്ന് പറയുന്നത്. അയോരഹിതത്തിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോപ്പർ, ലെഡ്, സിങ്ക്, ടിന്ന്, അലൂമിനിയം. ഏതൊക്കെയാണ്? കോപ്പർ, ലെഡ്, ടിന്ന്, സിങ്ക്, അലൂമിനിയം എന്നിവയാണ് അയോരഹിത ധാതുക്കൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അലോഹധാതുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ലോഹാംശം അടങ്ങിയിട്ടില്ലാത്ത ധാതുക്കളെയാണ് നമ്മൾ അലോഹധാതുക്കൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഏതൊക്കെ? സൾഫർ, ഫോസ്ഫേറ്റ്, നൈട്രേറ്റുകൾ. അപ്പൊ ഇതെല്ലാം എന്താണ്? അലോഹധാതുക്കൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി അലോഹധാതുക്കളുടെ മിശ്രണമാണ് ഏതെന്ന് പറയുന്നത്? സിമെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ അത് കണക്ക് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.